ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എക്സ്ഫോലിയേറ്റർ ആണ്. നമ്മുടെ സ്ക്രബാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു എക്സ്ഫോലിയേറ്റർ ആണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിതിൻ്റെ ആവശ്യം മതി. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ക്ലിയർ ആക്കി കിട്ടുന്നതിന് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുക, കുട്ടി കുട്ടി പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യുക. മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിനും ചെറിയൊരു ബ്രൈറ്റ്നസ് നൽകുന്നതിനും ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ എന്താണ് പാക്ക് എന്ന് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ഫോളിയേറ്റർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന എക്സ്ഫോളിയേറ്റർ നമുക്ക് അറിയാവുന്നത് കെമിക്കൽ എക്സ്ഫോളിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്കിന്ന് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്തിട്ടും, മറ്റേത് രണ്ടാമത്തെ രീതിയിൽ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് നോർമലായിട്ട് നമ്മൾ രണ്ടാമത്തെ രീതി ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ രണ്ടാമത്തെ രീതിയിലുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം പൈസ ഉള്ളവർക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോർമലായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ തന്നെ നല്ലതെന്ന് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ആക്ച്വലി നമുക്ക് മറ്റേത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് തന്നെ 400-500 സംതിങ് ആണ്. നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് അല്ലാതെ ഒന്നുമേ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ മോയ്സ്ചറൈസർ വാങ്ങിച്ചാലും സൺസ്ക്രീൻ വാങ്ങിച്ചാലും എന്ത് സാധനമായിരുന്നു വാങ്ങിച്ചാലും നല്ല പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാൻ നോക്കുക. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ല, ഓക്കെ, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, മിണ്ടാതിരിക്കുക, ഒന്നും വാങ്ങിക്കാതിരിക്കുക, അതാണ് നല്ലത്. അല്ലാതെ കയ്യിൽ പൈസ ഇല്ലയെന്ന് വിചാരിച്ച് ചെറിയ പൈസയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു അഴുക്ക പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നല്ല കമ്പനിയുടെ പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കാൻ നോക്കുക എന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് നിങ്ങളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും പൈസ ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ എനിക്കിങ്ങനെ വെളുക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഒരു കുറഞ്ഞ സാധനം ഉപയോഗിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെറുതായിരുന്നാലും മതി, നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ലതാക്കാം, നമുക്ക് വെളുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മണ്ടത്തരങ്ങളാണ്, ലോക മണ്ടത്തരങ്ങളാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കയ്യിൽ പൈസ ഇല്ല, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, വാങ്ങിക്കേണ്ട ആവശ്യമില്ല, മിണ്ടാതിരിക്കുക. നമ്മുടെ ആ സ്കിൻ അതുപോലെ അങ്ങിരിക്കും. മറ്റേത് പൈസ കുറഞ്ഞ് സാധനം വാങ്ങിച്ചിട്ട് ഉള്ള സ്കിന്നും കൂടെ പോവും. സോ അങ്ങനെ നിങ്ങൾ ചെയ്ത് കളയരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ചെറിയൊരു സ്ക്രബ് പോലത്തെ ഒരു സംഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മുന്നേ ഞാനൊരു സ്ക്രബ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ എനിക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ സ്ക്രബിനെ പറ്റി. അതിൻ്റെ വീഡിയോ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. ഒരുപാട് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി വീണ്ടും ഒരു സ്ക്രബ് പോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഇത് സ്കിന്ന് കുറച്ചും കൂടി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന സൺടാനിനെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊരു ക്ലിയർ സ്കിന്ന് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. സ്ക്രബിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട് വൈറ്റ് സ്പോട്ട് ഇതൊക്കെ കളയാൻ സഹായിക്കും. അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ കളഞ്ഞിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്കിൻ വൈറ്റനിങ് അല്ല, ക്ലിയർ സ്കിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്കിൻ വൈറ്റനിങ്ങോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങോ അല്ല, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. ഒരു സ്കിൻ ഒരു പൊടിക്ക് ബ്രൈറ്റ്നസ് തരില്ല എന്നല്ല പറയുന്നത്. സ്കിൻ ബ്രൈറ്റ്നസ് തരും, പക്ഷേ അതിനേക്കാൾ ഉപരി ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിനായിരിക്കും ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇത് എത്ര ദിവസം യൂസ് ചെയ്യണം, അതിപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോസിൻ്റെ ഇടയിലായിട്ടായിരിക്കും പറയുന്നത്. അതെല്ലാ വീഡിയോസിലും അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്കാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രമേ നിങ്ങളൊരു സാധനം യൂസ് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോസ് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുത്ത് അവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവും. ഓക്കെ, നമുക്കിനി എന്തായാലും സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന റവയാണ്. 1 സ്പൂൺ റവയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വാണ്ടിറ്റി കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം, എങ്കിൽ മാത്രം നമുക്കിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റവ ഉപയോഗിച്ചതിന് ശേഷം നമ്മളതിന് ഈ റവ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റവയില്ലേ, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ചേർക്കുന്ന മിൽക്കാണ്. ചൂടാക്കിയ പാല് ഉപയോഗിക്കുക, ചൂടാക്കി തണുത്ത പാല്, അത് തന്നെ ചൂടാക്കിയ പാലെന്നല്ല പറയുന്നത്, ചൂടാക്കി തണുത്ത പാൽ ഉപയോഗിക്കുക. കാരണം നോർമലായിട്ടുള്ള പാൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര
നല്ലതല്ല എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ചൂടാക്കി തണുത്ത പാൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചൂടാക്കാത്ത ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന പാലിൽ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പാലൊഴിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർക്കുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ഈ ഒരു വെള്ളം ഇല്ലേ, ജസ്റ്റ് ഒരു വെള്ളം പോലെ കാണും, അത് നമുക്ക് വേണം. അത് കുറച്ചും കൂടെ നേരം കഴിയുമ്പോൾ അതൊന്ന് കുറുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ റവയിൽ അതങ്ങൊന്ന് പിടിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് കാണിച്ചു തരാം. ഇതുപോലെ കിട്ടും. ആ ഒരു പാലുണ്ടല്ലോ, അതായത് അതിൽ റവയിലൊന്ന് റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ കുതിർക്കാൻ വെച്ചിരുന്നാൽ മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു സ്ക്രബ്ബ് മാതിരി അല്ല എന്നുള്ളതാണ്. സ്ക്രബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരിക്കും ഫേസിൽ, പക്ഷേ ഇത് അങ്ങനെ അല്ല. ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് നമ്മുടെ സ്കിന്നിനെ സ്ക്രബ് ചെയ്യാറില്ല. ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഓവറായിട്ട് സ്കിന്നിനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് പൊട്ടുന്നതിനും അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് കുറയ്ക്കുന്നതിനും നമ്മുടെ സ്കിന്ന് ആ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രബിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഓവറായിട്ട് സ്കിന്നിന് അങ്ങ് സ്ക്രബ് ചെയ്യരുത്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് സ്ക്രബ് ചെയ്യാറില്ല, വളരെ മൈൽഡായിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏത് തരത്തിലുള്ള സ്ക്രബ്ബായിരുന്നാലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനമൊക്കെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബ് ഒരിക്കലും ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം സ്കിന്ന് പൊട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പിമ്പിൾസൊക്കെ വരാൻ സാധ്യതയുള്ള സ്കിന്നുകൾക്കാണെങ്കിൽ ഓവറായിട്ട് പിമ്പിൾസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പിമ്പിൾസ് ഉള്ള സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ 2-3 തവണയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യുക. പിമ്പിൾസ് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എക്സസ് ഓയിൽ വന്ന് പിമ്പിൾസ് കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ 3-4 തവണ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ഉപയോഗിക്കുമ്പോൾ പോലും 3-4 തവണ പാച്ച് ടെസ്റ്റ് ചെയ്ത് എനിക്കിത് സ്കിന്നിന് സ്യൂട്ടബിൾ ആണ് എന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇത് പാക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് കൂടിയെന്ന് പറഞ്ഞ് വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്, സ്ക്രബ്ബ് നോർമലി പിമ്പിൾസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് പിമ്പിൾസ് വരുന്ന ടൈപ്പ് സ്കിന്നാണെങ്കിൽ വളരെയധികം കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ വൈകിട്ട് സമയങ്ങൾ മാത്രം ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുക. ഓവറായിട്ട് സ്കിന്നിനെ സ്ക്രബ് ചെയ്യരുത്, മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് 2x സ്പീഡിലാണ് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓവറായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെ മൈൽഡായിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അതൊന്ന് 5 മിനിറ്റ് ഒന്ന് ഉണക്കാൻ വെച്ചതിന് ശേഷം കഴുകിക്കളയുക എന്നുള്ളതാണ്. പിന്നെ ഓവറായിട്ട് ഇത് ഡ്രൈ ആയി സ്കിന്നിൽ പിടിക്കാൻ പാടില്ല. മൈൽഡായിട്ട് മാത്രമേ അത് പിടിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്തിട്ടാണ് ഫേസിൽ വച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഇതൊന്നും ഉണങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കിന്ന് ബ്രൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്, സ്കിന്ന് ക്ലിയർ സ്കിൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. സോ കുറച്ച് ടൈം എടുക്കും. അതിനുള്ള ക്ഷമയും നിങ്ങൾക്ക് ആവശ്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുക. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ക്രബാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിന് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതിന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ ആ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ചെറിയ എക്സ്ഫോളിയേറ്റർ സ്ക്രബും കൂടെ ചേർന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതിന് നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.